ഹലോ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഓപ്പറേറ്റർ, എന്താണ് പിന്നെ ഓപ്പറേറ്ററിൻ്റെ ആൾജിബ്ര ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ എന്നുള്ള ഭാഗമാണ്. എന്താണ് ലീനിയർ ഓപ്പറേറ്റർ? സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുക, നമുക്ക് രണ്ട് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് എഫ് ആൻഡ് ജി ബി ദ ടു ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷനാണ് എഫും ജിയും നമ്മൾ കൺസിഡർ ചെയ്യുക. സപ്പോസ് എഫ് ആൻഡ് ജി ബി ദ ടു ഫംഗ്ഷൻ ആൻഡ് ഇഫ് an operator is acting upon on these two function. Suppose a cap be the operator and we are applying this operator on the two function f of x plus g of x, and we will get, or we can write these function, these equations as a cap of f of x plus b cap of a cap of g of x. Okay, once these two functions can be written like this, then such types of operators are called linear operator. എന്താ പറഞ്ഞത്? എ ക്യാപ് ഈസ് ദ ഓപ്പറേറ്റർ. രണ്ട് ഫംഗ്ഷൻ എഫ് ആൻഡ് ജി ആൻഡ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ദ ഫംഗ്ഷൻ ആൻഡ് സം ഓഫ് ദീസ് ടു ഫംഗ്ഷൻ അപ്പോൾ ഓപ്പറേറ്റർ. ഈ രണ്ട് ഫംഗ്ഷൻ്റെയും അഡീഷൻ, സം എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ വെച്ച് നമ്മൾ ചെയ്യുമ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയണം. എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് സം ചെയ്ത് എഴുതുന്നതും എ ക്യാപ്പ് ഓഫ് ജി ഓഫ് എക്സിൻ്റെയും കൂടി സമ്മാക്കി എഴുതുന്നതിൻ്റെ തുകയും എ ക്യാപ്പ് ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ കൂടി കൂട്ടി കിട്ടുമ്പോൾ അതിനെ ഓപ്പറേറ്റർ കൊണ്ട് കിട്ടുന്നതും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീനിയർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡെറിവേറ്റീവ്സ് എടുത്ത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് എഴുതാം. എക്സും ഏത് ഫംഗ്ഷനൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്കിങ്ങനെ എഴുതാം. എന്നാൽ നിങ്ങൾ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ ഈ രണ്ട് ഫംഗ്ഷൻ എടുക്കുക. സോ അതിൻ്റെ സ്ക്വയർ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഈ ഫംഗ്ഷൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിതിനെ, ഈ ഫംഗ്ഷൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കിതിനെ എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ജി ഓഫ് എക്സ് സ്ക്വയറാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. ഇത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഇത് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2ab ദറ്റ് ഈസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേമും കൂടി വരും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അങ്ങനെ വരുള്ളൂ. ഇതിപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു 2ab ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടി വരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ നമുക്കിതിൻ്റെ സമ്മാക്കി എഴുതാൻ കഴിയില്ല. ഇതേപോലെ നമുക്ക് എഴുതാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്ക്വയർ ഓപ്പറേറ്റർ ഈസ് നോട്ട് എ ലീനിയർ വെറാസ് ഡിഫറൻഷിയേഷൻ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പം ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഡബിൾ ഡിഫറൻഷ്യൽ ഈസ് ഓൾസോ ലീനിയർ. ഓക്കെ, ഇനി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ലീനിയർ ഓപ്പറേറ്റർ. റൂട്ട് ഈസ് ഓൾസോ ഇറ്റ്സ് നോട്ട് എ ലീനിയർ ഓപ്പറേറ്റർ. ലോഗരിതം ഈസ് നോട്ട് എ ലീനിയർ ഓപ്പറേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. നൗ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഹെർമിഷൻ ഓപ്പറേറ്റർ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ് ഹെർമിഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഹെർമിഷൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇൻ്റഗ്രൽ സൈ 1 ഇൻ്റഗ്രൽ സൈ 1. അപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സാധനം? സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുവാ സാധനം? എന്തുവാ? നമ്മളൊരു വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറഞ്ഞു അല്ലേ? വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ സൈ എന്ന് പറഞ്ഞത്.
അപ്പം ഈ സൈ എന്ന് പറയുന്ന ഈ ഒരു വേവ് ഫംഗ്ഷനെ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് വേവ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാർ, സൈ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. എന്തുപോലെ നമ്മൾ മാത്സിൽ പ്ലസ് ടുവിൽ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ പഠിക്കുമ്പം കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് നമ്മൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് മൈനസ് ഐ എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഈ വേവ് ഫംഗ്ഷൻ സൈ ഈ വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിന് നമ്മൾ സൈ സ്റ്റാർ എന്ന് വിളിക്കും. സൈ സ്റ്റാർ, ഈ വേവ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സൈ സ്റ്റാർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ്റഗ്രൽ ഓഫ് സൈ 1 സ്റ്റാർ ഉണ്ട് കേട്ടോ മക്കളെ. ഇൻ്റഗ്രൽ ഓഫ് സൈ 1 സ്റ്റാർ കണ്ടോ, സൈ 1 സ്റ്റാർ നമ്മൾ എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? എ ക്യാപ്പ് ഓഫ് സൈ 1 എന്തെങ്കിലും ആവാം, സൈ 1 എന്നായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മളിതിനെ 1 എന്നാണ് സൂചിപ്പിക്കുന്നത് വിചാരിക്കുക. നമ്മളിവിടെ ഇതിനെ 1 എന്ന് സൂചിപ്പിക്കുക. ഇത് 1 തന്നെ ആയതുകൊണ്ട് 1 സൂചിപ്പിക്കുക. സൈ 1 സ്റ്റാർ ഇൻറ്റു എ ക്യാപ്പ് ഓഫ് സൈ 1 ഡീട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ 1 എ അതാകുമ്പോൾ കൺഫ്യൂഷൻ ആവും. സൈ 1 സ്റ്റാർ രണ്ടും സൈ 1 സ്റ്റാർ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ സൈ 2 തന്നെ കൊടുക്കുക. ഇവിടെ നോക്കാം, എ ക്യാപ്പ് ഓഫ് സൈ 1 സ്റ്റാർ, ഇൻ്റഗ്രൽ ഓഫ് സൈ 1 സ്റ്റാർ എ ക്യാപ്പ്, ഇതാണ് ഓപ്പറേറ്റർ. എ ക്യാപ്പാണ് ഓപ്പറേറ്റർ. എ ക്യാപ്പ് ഓഫ് സൈ 2 ഡീട്ടോ ഇസ് ദ വോളിയം എലമെൻറ്റ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ചെറിയ പോർഷനെയാണ് പറയുന്നത് ഡീട്ടോ എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാൻ കഴിയണം? നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ സൈ 1 സൈ 2 എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞപ്പം ഫസ്റ്റ് നമ്മൾ സൈ 2നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്ററിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സൈ 2 ഫംഗ്ഷൻ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ സൈ 1നെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും സൈ 2 എന്ന ഫംഗ്ഷനെ ഇവിടെ എ ക്യാപ്പ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം സൈ 1 എന്ന ഈ ഫംഗ്ഷൻ നമ്മളിവിടെ എ ക്യാപ്പ് കൊണ്ട് ചെയ്യാം. അപ്പം സൈ 2 ഇൻറ്റു എ ക്യാപ്പ് ഓഫ് സൈ 1 സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് സൈ 1 സ്റ്റാർ ഡീട്ടോ എന്ന് പറയുന്ന വാല്യൂം തുല്യമാണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇത്തരം ഓപ്പറേറ്ററിനെ ഇതിനെ ഈക്വൽ ആക്കുന്ന ഈ ഓപ്പറേറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എ ക്യാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ എന്താ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ? ഈ കണ്ടീഷൻ അങ്ങോട്ട് പഠിച്ചു വെക്കുക. അതാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് വലിയ പാടുള്ളതൊന്നുമില്ല, പ്രയാസമുള്ളതൊന്നുമില്ല. കണ്ടീഷൻ പഠിച്ചു വെക്കുക മാത്രമേ നമ്മൾ വേണ്ടുള്ളൂ. നമുക്ക് പറയാം, ഇൻ്റഗ്രൽ സൈ 1 സ്റ്റാർ എ ക്യാപ്പ് ഓഫ് സൈ 2 ഡീട്ടോ ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ 2 എ ക്യാപ്പ് ഓഫ് സൈ 1 സ്റ്റാർ ഡീട്ടോ. ഇതായിരിക്കും ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഫംഗ്ഷൻ, പിന്നെ ഓപ്പറേറ്ററിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ? നൗ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. എന്താണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടൊരു പരിചയം വരുന്നുണ്ടോ? ഏതാണത്? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി സൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇതും നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം, ഇത് തന്നെയാണ് ഇതും. ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഈ ഇക്വേഷനെ നമ്മൾ ഇങ്ങനൊന്ന് വേർതിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് ഞാൻ. നോക്കൂ നിങ്ങൾ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ വൈ സെഡ് ഈക്വൽ ടു, ഞാൻ ഇവിടെയുള്ള സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ എന്ന് വരും. അതിനകത്ത് മൈനസ് എന്നുള്ളത് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ ഇൻറ്റു സൈ എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ രണ്ട് രീതിയിലും എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ കൊണ്ട് എഴുതാം.
ഇനി ഈ സാധനത്തിന് സമത്തിന് ഇപ്പറയായിട്ടുണ്ടാവും. ഇത് ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ നേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഈ ഈക്വൽ ടു സൈൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും -8π². അത് മനസ്സിലായല്ലോ, ആ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അടുത്തതിൽ നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റെപ്പിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 8 - 8π² m/h² e മൈനസ് ഈക്വൽ ടു മൈനസ് എന്നല്ല, ഈ മൈനസ് കൊണ്ട് വരുമ്പോൾ +8π² mv/h². ഇത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അങ്ങനെ എഴുതിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇവിടെ എന്തായാലും എനിവേ നമ്മളിവിടെ എന്ത് ചെയ്യുക, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ h/2π എന്നുള്ള വാല്യൂവിനെ h/2π നമുക്ക് h ക്രോസ് എന്ന് വിളിക്കാം. നമുക്ക് h/2π നമുക്ക് h ക്രോസ് എന്ന് പറയാം. ഇവിടെ നോക്കുമ്പം h/2πക്ക് പകരം ഇവിടെ എന്താ ഉള്ളത് നോക്കിയേ, h² പിന്നെ /8π² എന്നാണ് വന്നത്. അപ്പം ഈ h² ആകുമ്പം ഇത് h ക്രോസ് സ്ക്വയർ ആക്കി നോക്കാം. ഇത് ക്രോസ് സ്ക്വയർ ആക്കുമ്പം എന്ത് വരും, ക്രോസ് സ്ക്വയർ ആക്കി നോക്കുമ്പം നമുക്കിവിടെ h² /4π² എന്ന് വരും. ഇനി ഇവിടെ എന്നിട്ടും എന്തായിട്ടുള്ളത് 8 ആയിട്ടില്ല അല്ലേ. 8π h²/π² റെഡിയായി, h²/π² റെഡിയായി. ഇത് 4 ആണ് ആയത്. 8 ആവണമെന്നുണ്ടെങ്കിൽ × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് എഴുതിയത്, ഈ ഒരു ടേം കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത് -h²/2m ഈ എം ആണ് കേട്ടോ. അത് -h²/2m 4π² ഇവിടെ വന്നു. ബാക്കി എക്സിന് 2 ഉണ്ട്, 8ന് 2 ഉണ്ട്. ആ 2 ആണ് ഈ 2m വന്ന 2. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ഇത് തന്നെയാണ്, ഈ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനെ മറ്റൊരു രൂപത്തിൽ എഴുതിയതാണിത്. ഇത് ഞാൻ നിങ്ങളുടെ കാണാതെ പഠിക്കാൻ പറഞ്ഞു. ഇതും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. പക്ഷേ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് വരുന്ന ഇക്വേഷനാണിത്. ഓക്കെ, ഞാൻ പറഞ്ഞ രീതിയിലൊന്നും ചെയ്ത് നോക്കൂ. കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയൂ. -h²/2m × ∂² ψ/∂x² +∂² ψ/∂y² +∂² ψ/∂z². അപ്പോൾ ഇവിടെയൊക്കെ സൈ ഉണ്ടേ. ആ സൈ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സൈ എഴുതില്ല. +v × ψ = e × ψ. ഈ സൈ എന്നാവും. ഓക്കെ, ഇങ്ങനെ വരും. അപ്പം ഈ സൈ എന്നായി. ഇതിലുള്ള ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ. ഈ പറഞ്ഞ ഇതൊരു ഓപ്പറേറ്ററിൻ്റെ ഒരു കേസല്ലേ. എന്താണ് ഈ ഓപ്പറേറ്റർ? ∂²/∂x² +∂² +∂² ഈ ഓപ്പറേറ്ററിനെ നമുക്ക് ∇² നമുക്ക് വിളിക്കാം. നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? ∇². ഡെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സിൽ നിങ്ങൾ പഠിക്കും കേട്ടോ. 4th സെമ്മിലോ 3rd സെമ്മിലോ ഏതൊരു മാത്സിൽ നിങ്ങൾ പഠിക്കും. ഇതിന് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഇങ്ങനെ എഴുതി ഡെൽറ്റ ഇങ്ങനെ എഴുതിയില്ലേ, ഡെൽറ്റ എന്ന് എഴുതിയില്ലേ നമ്മൾ. സോ ഈ ഓപ്പറേറ്റർ നമ്മൾ ഡെൽ എന്ന് വിളിക്കും. ∇² ഓപ്പറേറ്റർ നമ്മൾ എന്താ വിളിക്കുക? ∇² ഓപ്പറേറ്റർ ഓർ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ അതിനെ എഴുതിയത് നോക്കിയാൽ, നിങ്ങളിവിടെ ഒന്ന് എഴുതിയത് നോക്കിയാൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? h²/2m ∇² +v × ψ = e ψ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയ ഈ ∇² എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സാധനമാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണത്? ∇² ഓപ്പറേറ്ററിൻ്റെ കൂടെ വരുന്ന ഓപ്പറേറ്റർ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ പറഞ്ഞ സാധനത്തിനെ -h²/2m × ∇² + v എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാകുന്ന സൈയോട് കൂടി ചേർത്തുക ചെയ്തല്ലേ. എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷനോട് കൂടി എഴുതുന്ന ആളെയല്ലേ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ∇² ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററോടും കൂടിയിട്ട് ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് വാല്യൂസൊക്കെ ഒബേ ചെയ്ത് നിൽക്കുന്ന ഈ കോൺസ്റ്റൻറ്റ് വാല്യൂയോട് കൂടി -h²/2m ∇² + v എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ സ്ക്വയർ ബ്രാക്കറ്റുള്ള സാധനം എന്തായിരിക്കും? ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. ഈ ഓപ്പറേറ്റർ ഒരു വേവ് ഫംഗ്ഷനോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസറുകൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഓപ്പറേറ്ററായിട്ട് ഈ വേവ് ഫംഗ്ഷനോട് കൂടെ നിൽക്കുന്ന ഈ ഒരു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ അഥവാ എനർജി ഓപ്പറേറ്റർ എന്നും പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. അപ്പം ഈ പറഞ്ഞ സാധനത്തിനെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ h³ എന്നാണ് പറയുക. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ h∗ -h²/2m ∇²
പ്ലസ് വി. ഈ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷൻ്റെ ഇപ്പം നമ്മൾ പറയാം അഡീഷൻ ഓപ്പറേറ്റർ രണ്ട് ഫംഗ്ഷനിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത അഡീഷൻ പ്രൊഡക്റ്റ് കിട്ടും. ഇനി ഒരു സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്ററാണ് നമ്മൾ രണ്ട് ഫംഗ്ഷനുകളിൽ ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ആ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തുവെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് കിട്ടും അതിൻ്റെത്. ഓക്കെ, ഡിവിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിവിഷൻ്റെ ആൻസർ കിട്ടും. ഇതുപോലെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നോക്കൂ, നമുക്ക് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ കൊണ്ട് ഒരു വേവ് ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആ സിസ്റ്റത്തിൻ്റെ എനർജി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമ്മൾ എന്ത് വിളിക്കും? എനർജി ഓപ്പറേറ്റർ എന്നും കൂടി വിളിക്കും. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് സിസ്റ്റത്തിന് എനർജി കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷനെ പിന്നെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ, ഏറ്റവും സിംപ്ലസ്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു രൂപം അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നൊരു കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എച്ച് ക്യാപ്പ് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്നാണ്. എച്ച് ക്യാപ്പ് സൈ ഈക്വൽ ടു ഇ സൈ. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ് എന്നത് മനസ്സിലായില്ലേ? എന്താണ് എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ വേവ് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിന് എന്ത് കിട്ടും? എനർജി കിട്ടും. ഇനി നോക്കൂ, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എച്ച് ക്യാപ്പ് ഓപ്പറേറ്റർ നമ്മളൊരു വേവ് ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു വിത്ത് മൾട്ടിപ്പിൾഡ് ബൈ എ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ്, ഈ എനർജി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്കൊരു ഓപ്പറേറ്റർ വേവ് ഫംഗ്ഷനുമായിട്ട് വേവ് ഫംഗ്ഷനിലേക്ക് റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ വേവ് ഫംഗ്ഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നമുക്ക് ആൻസറിൽ നമുക്ക് സെയിം വേവ് ഫംഗ്ഷൻ തന്നെ കിട്ടുന്നു വിത്ത് മൾട്ടിപ്പിൾഡ് ബൈ സം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇത്തരം ഇക്വേഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈഗൻ വാല്യൂ ഇക്വേഷൻ. നമ്മളെന്താ വിളിക്കുന്നവരെ? ഈഗൻ വാല്യൂ ഇക്വേഷൻ അഥവാ ഈഗൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ വിളിക്കും. ഈഗൻ വാല്യൂ ഇക്വേഷൻ ഓർ ഈഗൻ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ ആൻ ഓപ്പറേറ്റർ നമുക്ക് ജനറലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എ ക്യാപ്പ് ഈസ് ആൻ ഓപ്പറേറ്റർ ഈസ് ഓപ്പറേറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, വി ഗെറ്റ് ദ സെയിം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് മൾട്ടിപ്പിൾഡ് ബൈ എ കോൺസ്റ്റൻറ്റ് എ. അപ്പം ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ എന്താണ്? സോ ഹിയർ an operator a cap is operate on a function f of x, we will get the same function f of x is multiplied by certain constant. So this type of equation is known as eigenfunction. This type of functions is known as eigenfunction, and this type of equation is known as eigenvalue equation, and the constant value is called eigenvalue. The constant value is called what? Eigenvalue. അത് എല്ലാം ഈഗൺ ആവണമെന്നില്ല, പക്ഷേ നമ്മുടെ എനർജിയുടെ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഈഗൺ വാല്യൂ ഇക്വേഷനാണ് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പം നമുക്ക് പിന്നെ അടുത്ത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ് ഓഫ് വേവ് ഫംഗ്ഷൻസ് ആണ് പഠിക്കുന്നത്. അക്സെപ്റ്റബിൾ സൊല്യൂഷൻസ് ഓഫ് സൈ വേവ് ഫംഗ്ഷൻ. വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷന് നമ്മളെങ്ങനെയാണ് ചൂസ് ചെയ്യുക? നമ്മളിപ്പോൾ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടുന്നത് അല്ലേ? അതിൽ എക്സാക്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഒരു റിയാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമ്മളിങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് 2, 3, 4 സൊല്യൂഷൻ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷനൊക്കെ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ അറിയാം. നമ്മൾ ഇപ്പം ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നത് വെച്ച് നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് 2 വയസ്സ് ചോദ്യമൊക്കെ ചോദിക്കുമ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ -3ഉം 4ഉം കിട്ടും. -3 ഒരു വയസ്സല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് സൊല്യൂഷൻസ് വരും സോൾവ് ചെയ്ത് വരുമ്പം. അപ്പോൾ ഇതിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണ്, അല്ലെങ്കിൽ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 കണ്ടീഷൻസ് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 2 മാർക്കിന് പല എക്സാമുകൾക്കും ചോദിച്ച ഭാഗമാണിത്. സിമ്പിളായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 4 പോയിൻറ്റ് സിമ്പിളായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഇങ്ങോട്ട് പോരും. അപ്പം അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷന് വേണ്ടുന്ന പ്രോപ്പർട്ടി എന്താ വെച്ചാൽ, ഒന്നാമത്തത് സൈ മസ്റ്റ് ബി എ സിംഗിൾ വാല്യൂ. അക്സെപ്റ്റബിൾ ഒന്നാമത്തത് സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂ. സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണത്? സിംഗിൾ വാല്യൂ ആയിരിക്കണം. സൈ മസ്റ്റ് ബി എ സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരാബോളിക് ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ഉണ്ടാവാൻ പാടില്ല.
എന്ന് പറഞ്ഞാൽ പരാബോളിക് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പാർട്ടിക്കിൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന പാർട്ടിക്കിൾ ആവാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു വാല്യൂ ഉണ്ടാവും, അതേപോലെ ഈ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കർവ് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും അതാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താണ് നിങ്ങൾ പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടാവും, മാത്സിലൊക്കെ പഠിക്കുന്ന പരാബോളിക് ആയിട്ടുള്ള കർവുകളൊന്നും വേവ് ഫംഗ്ഷനിൽ വരില്ല. അപ്പോൾ വേവ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കർവേ നമ്മൾ എടുക്കുള്ളൂ. സൈൻ കോസ് ഇങ്ങനത്തെ ഒരു കർവായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് സിംഗിൾ വാല്യൂഡ് ആണ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻ്റർവൽ. അപ്പോൾ 0 to π അല്ലേ, 0 to π ഇതാണോ? അത് 90 അല്ലേ? 0, 45, 90, 0 to π ഈ ഒരു 180 വരെയുള്ള ഈ ഒരു കർവിൽ നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? ഇത്രയും വരെയുള്ള അടുത്ത് നമുക്ക് പിന്നെ 0 to π എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് എന്ത് വരില്ല, പിന്നെ ഇത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ വരുന്നത്. അപ്പോൾ പരാബോളിക് ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആവാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. രണ്ടാമത്തെ കണ്ടീഷൻ സൈ ഈസ് ഡെഫിനിറ്റ്, സൈ മസ്റ്റ് ബി ഫൈനൈറ്റ്, ഇറ്റ്സ് എ ഫൈനൈറ്റ് വാല്യൂ. എന്താവാൻ പാടില്ല? ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ടാൻ്റെ ഫംഗ്ഷൻസ് ഒന്നും തന്നെ നമുക്ക് വേവ് ഫംഗ്ഷനാക്കി എടുക്കാൻ പറ്റില്ല. ടാൻ്റെ കർവ് നിങ്ങൾക്കറിയാം, എന്നേക്കാൾ നന്നായിട്ട് അറിയാം. ടാൻ്റെ കർവ് നമ്മൾ ഇങ്ങനെയാണ് വരച്ചു പോലെ, ഇതെങ്ങോട്ടാണ്? ഇൻഫിനിറ്റിയിലേക്കാണ് എത്തുക. ഈ വാല്യൂ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക, ഇങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യുക. അപ്പോൾ അത് ഇവിടെയുള്ള ഈ ഒരു കർവിലെ വൈ ആക്സിലെ ഒരു ഇൻഫിനിറ്റിയിൽ രണ്ട് ഇൻഫിനിറ്റിയിലേക്കാണ് ഈ പോയിൻറ്റ് പോവുക. എന്നാൽ സൈൻ എങ്ങനെയാണ് പോകുന്നത് നോക്കൂ. 0 to മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ -1, 0 to 1. സോ -1 to 1 അതിനിടയിലായിരിക്കും എന്ത് പറയുന്നത്, ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആകുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം സൈ. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ കണ്ടോ, സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ ഷുഡ് ബി കണ്ടിന്യൂസ്. ഇപ്പോൾ 0 to π കണ്ടിന്യൂസ് ആണ്. എന്നാൽ ടാൻ്റെ ഫങ്ഷൻസ് ഒന്നും അങ്ങനെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്തു, കണ്ടില്ല? അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പോവാണ്. ചിലത് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ ഇവിടെ നിന്നായിരിക്കും വരിക, ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതും അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ അല്ല. നാലാമത്തെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷൻ്റെ ലാസ്റ്റ് പോയിൻ്റ്, നാലാമത്തെ പോയിൻ്റ്, സൈ മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്കലി ഇൻ്റഗ്രബിൾ. Psi must be quadratically integrable. That means the integral overall space, that is integral of psi star d tau is a finite real number. അതിനെയാണ് ക്വാഡ്രാറ്റിക്കലി ഇൻ്റഗ്രബിൾ എന്ന് പറയുന്നത്. അതായത് വേവ് ഫംഗ്ഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് റിയൽ ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, സോ ഈ 4 കണ്ടീഷൻ അക്സെപ്റ്റബിൾ ആയിട്ട്, ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഏതാണോ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ആ ഇക്വേഷനെ ആയിരിക്കും നമ്മൾ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്, അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ സൈയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് പറയുന്നത്. ബോൺ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് സൈയിൽ നമ്മൾ ബോൺ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സൈ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത്, സൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മിയർലി ആൻ ആംപ്ലിറ്റ്യൂഡ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ബട്ട് ദ സൈ സ്ക്വയർ ഓർ ദ സൈ ഇൻറ്റു സൈ സ്റ്റാർ, സൈ സ്ക്വയർ എന്ന് പറഞ്ഞാലും സൈ ഇൻറ്റു സൈ സ്റ്റാർ, വേർ സൈ സ്റ്റാർ ബി ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ സൈ എന്നാണ് അത് മീനിങ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് എടുത്തു കഴിഞ്ഞാലും സൈ സ്ക്വയർ ഓർ സൈ ഇൻറ്റു സൈ സ്റ്റാർ ഹാസ് എ സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് വിച്ച് ഈസ് ദ what is its significance? It indicates the probability amplitude function. Psi square or psi star is a probability function, and which is probability to finding the particles within an infinitesimally small volume element d tau. That is dx is equal to dx dy dz. ഈ പറഞ്ഞ സ്മോൾ എലമെൻറ്റിലുള്ള സ്മോൾ വോളിയത്തിലുള്ള ഇലക്ട്രോൺസിനെ കാണുവാനുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് തരുന്നത് സൈ സ്ക്വയർ മാത്രമാണ്. സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നിയർലി ആൻ ആംപ്ലിറ്റ്യൂഡ് വേവ് ഫംഗ്ഷൻ. ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ മാത്രമാണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ മാത്രമാണ് സൈ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ബട്ട്
the psi square has a significance which is psi square or psi star is known as probability density value is called probability density or probability amplitude value. Probability amplitude or probability density value. Psi has no physical significance. ഇത് ഞാൻ പറഞ്ഞതല്ല, ബോൺ പറഞ്ഞാണ്. സോ ദിസ് ഈസ് ദ ബോൺ ഇൻ്റർപ്രിട്ടേഷൻ. ഇതാണ് ബോൺ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്, സിംഗിൾ വാല്യൂഡ്, കണ്ടിന്യൂസ് ആൻഡ് ഓൾസോ എന്താണ് അക്സെപ്റ്റബിൾ ഈഗൻ ഫങ്ഷൻസുമായിരിക്കണം. ഈഗൻ ഫങ്ഷൻസും ആയിരിക്കും അക്സെപ്റ്റബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എന്ത് സൈയുടെയും സൈ സ്ക്വയറിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ബോൺ ഇൻ്റർപ്രിട്ടേഷൻസ് പ്രകാരം സൈ അക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വോളിയം എലമെൻറ്റിൽ, ദറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺസ് വിത്തിൻ ആൻ ഇൻഫിനിറ്റ്ലി സ്മോൾ വോളിയം ഡി എക്സ് ഡി വൈ ആൻഡ് ഡി ഇസഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈ സ്ക്വയർ ഓർ സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ സൊല്യൂഷൻ ചെയ്ത് വരുമ്പം നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഒരുപാട് നമുക്കൊരു വേവ് ഫംഗ്ഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് സപ്പോസ് നമുക്ക് കിട്ടിയത് സൈ എന്ന് പറഞ്ഞിട്ടൊരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. പക്ഷേ ഈ സൈയുടെ കൂടെ നമുക്ക് എന്ത് വരാം? നമുക്ക് 1 സൈ, 2 സൈ, 3 സൈ, 10 സൈ, അതായത് C1 ഇൻറ്റു സൈ, C2 ഇൻറ്റു സൈ, C3 ഇൻറ്റു സൈ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് നമുക്ക് പോസിബിളാണ്. സൈ എന്നാണ് വേവ് ഫംഗ്ഷൻ. അതിനകത്തൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വരില്ല. വലിയ വ്യത്യാസമല്ല, ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൊത്തം നമ്മളിങ്ങനെ ടോട്ടലൈസ് ചെയ്യുമ്പം ഇതിലേതാണ് സൈയുടെ കൂടെ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ, അതിൻ്റെ കൂടെ വരുന്ന വാല്യൂ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് എക്സാക്റ്റ് ഇതിലേതും വരാം. അപ്പോൾ ഇതിലേതാണ് അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വേവ് ഫംഗ്ഷനെ, അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ നമ്മളൊന്ന് നോർമലൈസ് ചെയ്യും. നമ്മളെന്താ ചെയ്യുക? നോർമലൈസ് ചെയ്യും. അതായത് വേവ് ഫംഗ്ഷൻ ഈ സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ് ഇൻ ദ വോളിയം എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. അതിനു വേണ്ടിയിട്ട് ദ യൂണിറ്റ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ സംവെയർ ഇൻ സ്പേസ്, the integral of this probability density overall space must be unity. This condition is known as normalization condition. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ നമുക്ക് സൈ കിട്ടി. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സൈ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ന്യൂമറിക്കലായിട്ടുള്ള ആൻസറുകൾ പോസിബിളാണ്. C1 സൈ, C2 സൈ, C3 സൈ, അങ്ങനെ നമുക്ക് ഏതും പോസിബിളാണ്. ഇങ്ങനെ നോക്കുന്നതിനകത്ത് ഏതാണ് അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ, ഏറ്റവും കറക്റ്റായിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിതിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ -∞ ടു +∞, വൈ ആക്സിസിൽ -∞ ടു +∞, സെഡ് ആക്സിസിൽ -∞ ടു +∞. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഓവർ സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു കണ്ടീഷൻ നോർമലൈസേഷൻ. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ചെറുതാക്കി എഴുതാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഇൻ്റഗ്രൽ, ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു തടിച്ചിട്ടൊരു വലിയൊരു ഇൻ്റഗ്രൽ ആയിരിക്കും. കാരണം ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസ് ആണ്. XYZ ഒറ്റ വരെയാണ് കേട്ടോ, ഞാൻ കുറച്ച് കടുപ്പം കൂട്ടി വരച്ചാണത്. ഓൾ ഓവർ കുറച്ച് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഓൾ ഓവർ ദ സ്പേസ് എന്ത് വരും? സൈ സ്റ്റാർ ഡി ടോ. ദിസ് ഈസ് കോൾഡ് ഡി ടോ. ഡി ടോ മീൻസ് ദ വോളിയം എലമെൻറ്റ്. ഹിയർ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് ദ വോളിയം എലമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് കോൾഡ് നോർമലൈസേഷൻ. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് നോർമലൈസേഷൻ കണ്ടീഷൻ ആൻഡ് എ വേവ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ദിസ് എബോവ് കണ്ടീഷൻ ഈസ് സെഡ് ടു ബി നോർമലൈസ്ഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ? ഈ ഒരു നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയതാണ് ഇതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കണ്ടല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നമുക്ക് നോർമലൈസ്ഡ് ആക്കുക? നമുക്കിപ്പം എ വേവ് ഫംഗ്ഷൻ ഈസ് നോട്ട് നോർമലൈസ്ഡ്, ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് നോർമലൈസ് ചെയ്യാതെ തന്നിരിക്കുകയാണ്. ദെൻ ഇറ്റ്സ് പോസിബിൾ ടു നോർമലൈസ് ഇറ്റ്സ് ബൈ മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റൻറ്റ് ഈസ് നോൺ ആസ്
നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ആ വേവ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ സാധാരണ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് n എന്നാണ് എടുക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേവ് ഫംഗ്ഷൻ എടുത്തു അല്ലേ, സൈ സ്റ്റാർ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതിന് നോർമലൈസേഷൻ എത്ര നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ n ആണ് ഇതിൻ്റെ നോർമലൈസേഷൻ വിളിക്കുക. അപ്പം n ആണെങ്കിൽ n, ഈ സൈക്കും n ഇതിനും n ആകുമ്പോൾ നമ്മൾ n എഴുതും n². ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു 1. എന്നിട്ട് സൈയും സൈ സ്റ്റാറും വെച്ച് നമ്മൾ ഈക്വൽ ടു 1 എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന n² എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ സൈ സ്റ്റാർ ഡി ടോ നമുക്ക് കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് n നോർമലൈസ്ഡ് വാല്യൂ എന്താ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഒന്നിൻ്റെ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് വാല്യൂ, ആ നോർമലൈസേഷൻ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഉപയോഗം. മനസ്സിലായോ പറഞ്ഞാൽ നിങ്ങൾക്ക്? മറ്റൊരു കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ഓൾ ഓവർ ദ സ്പേസ് സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി ടോ, സൈ ഇൻറ്റു സൈ സ്റ്റാർ. അപ്പോൾ നമുക്കത് മാറിപ്പോകും. അത് ഒന്ന് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് സൈ 1 സൈ 2 എന്ന് എഴുതാം. സൈ 1 സൈ 2 ഡി ടോ ഇസ് ഈക്വൽ ടു 1 എന്നാണെങ്കിൽ ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് നോർമലൈസ്ഡ്. ദിസ് ഈസ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ. ഹിയർ സൈ 1 ഇസ് ഈക്വൽ ടു സൈ 2 എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇഫ് ഇൻ്റഗ്രൽ 1 ഈക്വൽ ടു 2, സൈ 1 എന്നല്ല 1 ഈക്വൽ ടു 2 അല്ലേ, സൈ 1 സൈ 2 തുല്യമാണ്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 1 ഈക്വൽ ടു 2 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് ഇൻ്റഗ്രൽ സൈ 1 സൈ 2 ഡി ടോ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വേവ് ഫങ്ഷൻസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിയർ 1 ഈസ് നോട്ട് ഈക്വൽ ടു 2. ദിസ് വൺ വേവ് ഫംഗ്ഷൻ, ദിസ് ഈസ് അനദർ വേവ് ഫംഗ്ഷൻ. ദീസ് ടു വേവ് ഫംഗ്ഷൻസ് ആർ നോട്ട് ഈക്വൽ ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഓർത്തോഗണൽ. അപ്പം ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ നോർമലൈസേഷൻ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ കണ്ടീഷൻ. ഇനി നമ്മൾ മറ്റൊരു കണ്ടീഷനാണ് ഓർത്തോനോർമാലിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓർത്തോഗണലും നോർമലൈസേഷനും കൂടി ഒരുമിച്ച് ചേർന്ന കണ്ടീഷനെ നമ്മൾ ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് ഓർത്തോനോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ സൈ 1 സൈ 2 ഡി ടോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 2 എന്ന് വരികയാണെങ്കിൽ ദിസ് ഡെൽറ്റ 1 2 ഈസ് നോൺ ആസ് ക്രോണിക്കർ ഡെൽറ്റ. ഡെൽറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോണിക്കർ ഡെൽറ്റ എന്നാണ് നമ്മൾ ഇവന്മാരെ വിളിക്കുന്നത്, ഈ ഡെൽറ്റനെ വിളിക്കുന്നത്. ഇതിന് രണ്ട് കണ്ടീഷൻ പോസിബിളാണ്. ഇഫ് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 വെൻ 1 ഈസ് നോട്ട് ഈക്വൽ ടു 2. ഇഫ് ക്രോണിക്കർ ഡെൽറ്റ 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 വെൻ 1 ഈസ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 വെൻ 1 ഈക്വൽ ടു 2. ഇതാണ് കണ്ടീഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോണിക്കർ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇത് കുറച്ച് നീളം കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, എന്നാലും എല്ലാവരും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ